വിദ്യാർത്ഥിനികൾക്ക് ഒരു മാസം 3 ദിവസത്തെ ആർത്തവ അവധി അഥവാ മെൻസ്ട്രൽ ലീവ് നൽകുമെന്ന് ഗവർണറുടെ നയപ്രഖ്യാപന പ്രസംഗത്തിൽ പ്രഖ്യാപിച്ചിരിക്കുകയാണ്. രാജ്യത്ത് ഇതാദ്യമായാണ് സ്കൂൾ തലത്തിൽ വിദ്യാർത്ഥിനികൾക്ക് ഇത്തരമൊരു അവധി അനുവദിക്കുന്നത്. കേരളത്തിലെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളെയും പൊതുവിടങ്ങളെയും കൂടുതൽ സ്ത്രീ സൗഹൃദമാക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് പ്രൊജക്ട് മെൻസ്ട്രൽ ഡിഗ്നിറ്റി എന്ന ഈ ഒരു പദ്ധതി നടപ്പിലാക്കുന്നത്. ഇതിനു മുൻപ് കേരളത്തിലെ ഉന്നത വിദ്യാഭ്യാസ വകുപ്പിന് കീഴിലുള്ള സർവകലാശാലകളിൽ വിദ്യാർത്ഥിനികൾക്ക് ആർത്തവ അവധി അനുവദിച്ചിരുന്നു. ഇതിന്റെ വിജയത്തെ തുടർന്നാണ് പദ്ധതി സ്കൂളുകളിലേക്കും വ്യാപിപ്പിക്കുന്നത്. ആർത്തവ അവധി എടുക്കുന്ന കുട്ടികൾ പഠനത്തിൽ പിന്നോക്കം പോകാതിരിക്കാൻ വാരാന്ത്യങ്ങളിൽ പ്രത്യേക ക്യാച്ചപ്പ് ക്ലാസുകളും ഉറപ്പാക്കും. ഇതിലൂടെ അവധിയെടുക്കുന്നത് മൂലം വിദ്യാർത്ഥിനികൾക്ക് പഠനത്തിൽ പിന്നോട്ട് പോകാതിരിക്കാനായി ശനി, ഞായർ എന്നീ ദിവസങ്ങളിലായിരിക്കും പ്രത്യേക ക്ലാസുകൾ നൽകുക. വിട്ടുപോയ പാഠഭാഗങ്ങൾ അധ്യാപകരുടെ മേൽനോട്ടത്തിൽ പ്രത്യേകമായി പഠിപ്പിച്ചു തീർക്കാനുള്ള സൗകര്യം സ്കൂളുകളിൽ ഒരുക്കുന്നതായിരിക്കും. സ്കൂളുകളിലും പൊതുയിടങ്ങളിലും സാനിറ്ററി നാപ്കിനുകൾ ഉൾപ്പെടെയുള്ള അത്യാവശ്യ വസ്തുക്കൾ ലഭ്യമാക്കുകയും പ്രധാന നഗരങ്ങളിലും സ്കൂളുകളിലും സ്ത്രീകൾക്കായി പ്രത്യേക വിശ്രമ മുറികളും ടോയ്ലറ്റ് സൗകര്യങ്ങളും വർദ്ധിപ്പിക്കുമെന്നും നയപ്രഖ്യാപന പ്രസംഗത്തിൽ പ്രഖ്യാപിച്ചിട്ടുണ്ട്. ഇവയെ കൂടാതെ അസംഘടിത മേഖലയിൽ ജോലി ചെയ്യുന്ന സ്ത്രീകൾക്ക് 6 മാസത്തെ പ്രസവാവധി ഉറപ്പാക്കുമെന്നും ജോലിസ്ഥലങ്ങളിൽ തുല്യവേതനം നടപ്പിലാക്കുമെന്നും സർക്കാർ വ്യക്തമാക്കിയിട്ടുണ്ട്. കൂടാതെ 50-ൽ കൂടുതൽ സ്ത്രീ ജീവനക്കാരുള്ള എല്ലാ സ്ഥാപനങ്ങളിലും ഡേ കെയർ സെന്ററുകൾ നിർബന്ധമാക്കും. സംസ്ഥാനത്തെ സ്ത്രീ സൗഹൃദമാക്കുന്നതിനൊപ്പം കേരളത്തെ ഇന്ത്യയിലെ ആദ്യത്തെ അനാഥരഹിത സംസ്ഥാനമാക്കി മാറ്റാനുള്ള ബൃഹത്തായ പദ്ധതിയും നയപ്രഖ്യാപനത്തിൽ സർക്കാർ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഇതിനായി മിഷൻ മോഡ്, ദത്തെടുക്കൽ ക്യാമ്പയിനുകളും പരിശീലനം ലഭിച്ച ഫോസ്റ്റർ കുടുംബങ്ങളുടെ ശൃംഖലയും രൂപീകരിക്കും. സംസ്ഥാനത്തെ സ്ത്രീകൾക്ക് KSRTC ബസ്സുകളിൽ സൗജന്യ യാത്ര സ്ഥിരമായ അവകാശമാക്കി മാറ്റുകയും കോളേജുകളിൽ പഠിക്കുന്ന പെൺകുട്ടികൾക്ക് വിദ്യാഭ്യാസ സഹായമായി പ്രതിമാസം 1000 രൂപ വീതം നൽകുമെന്നും നയപ്രഖ്യാപനത്തിൽ വ്യക്തമാക്കുന്നു. സ്ത്രീകൾക്കും വയോജനങ്ങൾക്കും സഹായകരമായ നയസമീപനമാണ് ഗവർണറുടെ പ്രസംഗം ഊന്നി പറഞ്ഞത്.